പൊതുവെ ഹോർമോണൽ വേരിയേഷൻ ഉള്ള സമയങ്ങളിലൊക്കെ ആണെങ്കിൽ മുഖക്കുരു അതിന് വരാൻ അങ്ങനെ പ്രത്യേകിച്ച് ഒരു ടൈം പീരീഡ് ഒന്നും വേണ്ട, ഇടയ്ക്കിടയ്ക്ക് സന്ദർശകരാണ് ഇതൊക്കെ തന്നെ. അപ്പോൾ ഇത് മാറ്റിയെടുക്കാൻ, ഈ പാടുകൾ മായ്ക്കാൻ എളുപ്പ വഴിയാണ് ക്യാരറ്റ് ഓയിൽ. ക്യാരറ്റ് ഇതുപോലെ അരിഞ്ഞെടുത്തോ ഒന്ന് ക്രഷ് ചെയ്തോ അല്ലെങ്കിൽ അരച്ചെടുത്തോ അതിൻ്റെ അരിച്ചെടുത്തിട്ടുള്ള ജ്യൂസാണ് വേണ്ടത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ അല്പം റോസ് വാട്ടറും കൂടെ ആഡ് ചെയ്തിട്ടാണ് അരിച്ചെടുക്കുന്നത്. അത് നമ്മുടെ സൗകര്യം പോലെ ചെയ്യാം. ചിലർക്ക് റോസ് വാട്ടർ സ്കിന്നിന് പറ്റില്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ. അതുപോലെ നമ്മുടെ സ്കിന്നിന് മാച്ച് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അതിനിപ്പം ആര് റെക്കമെൻഡ് ചെയ്താലും നമ്മുടെ സ്കിന്നിൻ്റെ നേച്ചർ എന്താണ് അല്ലെങ്കിൽ അലർജി ഉള്ളത് എന്താണെന്ന് നമുക്ക് സ്വയമാണ് അറിയുന്നത്. അതുകൊണ്ട് അതിനനുസരിച്ചുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കാം. ഇനിയിപ്പം ആ ജ്യൂസ് നമ്മൾ തയ്യാറാക്കി വെച്ചതിന് പുറമെ ആ ജ്യൂസിൻ്റെ അതേ അളവിൽ തന്നെ ഇവിടെ പാലും എടുത്തിട്ടുണ്ട്. തിളപ്പിക്കാത്ത പച്ചപ്പാലാണ് എടുത്തിട്ടുള്ളത്. പാല് ഓക്കെ ഉള്ളവർക്ക് ഈ രീതിയിൽ ചെയ്യാം, അല്ലാത്തവർക്ക് വെറുതെ ജ്യൂസ് തന്നെ ഐസ് ക്യൂബാക്കി മാറ്റാം. ഇനി രണ്ടും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഐസ് ട്രേയിലാക്കി വെച്ച് ഒരു നൈറ്റ് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമുക്ക് അപ്ലൈ ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അപ്ലിക്കേഷനിലാണ് ശ്രദ്ധിക്കേണ്ടത്. എപ്പോഴും നമ്മൾ ഐസ് ക്യൂബ് തയ്യാറാക്കിയിട്ട് ഉപയോഗിക്കുമ്പോൾ അത് ഒരു ടവലിലോ അല്ലെങ്കിൽ ടിഷ്യൂവിലോ നന്നായിട്ട് മടക്കി എടുത്തിട്ട് വേണം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്, റൗണ്ടിൽ മസാജ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. ഇതിൽ പാലുള്ളത് കൊണ്ട് തന്നെ ലാക്റ്റിക് ആസിഡ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ഡെഡ് സ്കിൻ സെൽസിനെ എക്സ്ഫോളിയേറ്റ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. സ്കിന്ന് നല്ല സ്മൂത്തും സോഫ്റ്റും ആക്കാൻ സഹായിക്കും. മോയ്സ്ചർ കണ്ടൻറ്റ് ലോക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഏജ് സ്പോട്ട്സ്, റിങ്കിൾസ് പ്രശ്നങ്ങളൊക്കെ മാറ്റാൻ ഇതിലെ വൈറ്റമിൻ സി ഒക്കെ സഹായിക്കുന്നുണ്ട്. ഇനി കണ്ടോ, ഇതുപോലെയാണ് നമ്മൾ ഈ ഒരു ക്യൂബ് ഉപയോഗിക്കേണ്ടത്. ഇനി അതുപോലെ തന്നെ നമുക്ക് തയ്യാറാക്കി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ് പരിചയപ്പെടുന്നത്. അതിൽ ഉപയോഗിച്ചിട്ടുള്ളത് ആൽമണ്ട് പീസിൻ അല്ലെങ്കിൽ ബദാം മരത്തിൽ നിന്ന് കിട്ടുന്ന ഒരു തരം ഗം അല്ലെങ്കിൽ പശയാണ്. ഈ പശ ഇവിടെ ഞാൻ കണ്ടോ ഈ രൂപത്തിലാണ് ഇത് ഉണ്ടാവുക. 2 എണ്ണേ എടുത്തിട്ടുള്ളൂ, അത് തന്നെ ധാരാളമായിരിക്കും. ഒരു 4 ദിവസം അപ്ലൈ ചെയ്യാനുള്ളത് തന്നെ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാം കേട്ടോ. ഇതൊരു രാത്രി ഒരു 1/4 ഗ്ലാസ് വെള്ളത്തോളം എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ കുതിർത്തിട്ട് കഴിഞ്ഞാൽ രാവിലെ ഈ രൂപത്തിലാണ് നമുക്ക് കിട്ടുന്നത്. കാണാൻ തന്നെ എന്ത് ഭംഗിയാണല്ലേ. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ജെല്ലി ടൈപ്പാണ്. ഇനി അതിലേക്ക് ഒരു അലോവേര ജെല്ല്, ഫ്രഷ് അലോവേര ചേർത്തിട്ടുണ്ട്, അതിൻ്റെ തൊലി കളഞ്ഞിട്ട്. അതുപോലെ തന്നെ അല്പം ജ്യൂസും കൂടെ, ക്യാരറ്റ് ജ്യൂസും കൂടെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വളരെ ബട്ടറിൻ്റെ രൂപത്തിലുള്ള വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ക്രീം നമുക്ക് തയ്യാറാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് മുഖത്ത് നിങ്ങൾക്ക് ഒരു 20 മിനിറ്റോളം അപ്ലൈ ചെയ്തിട്ട് ചൂടുവെള്ളത്തിൽ വാഷ് ചെയ്ത്, പോയില്ലെങ്കിൽ ഒരു ടിഷ്യൂ വെച്ച് വാഷ് ചെയ്ത് കളയാം.